വെൽക്കം ടു പൈനാപ്പിൾ കിച്ചൺ. ഇപ്പോഴത്തെ ട്രെൻഡിങ് റെസിപ്പിയായ ബെറിയപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. 1/4 കപ്പ് ഓട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കപ്പ് നല്ല പഴുത്ത മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മാങ്ങയ്ക്ക് പകരമായിട്ട് സ്ട്രോബെറിയോ ബ്ലൂബെറിയോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. മാങ്ങ ആകുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടാനും എളുപ്പമാണ്. ഒരു 5 അണ്ടിപ്പരിപ്പ്, 4 ബദാം, കുറച്ച് കപ്പലണ്ടി എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3 വേണം നിർബന്ധമില്ല, കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് കിട്ടാൻ ഞാൻ സ്പെഷ്യലായിട്ട് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് കോൺഫ്ലെക്സ്, ഒരു 1/4 കപ്പ് സ്ട്രോബെറി ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ ഐസ്ക്രീമും നമുക്ക് എടുക്കാം. 1.5 ടേബിൾ സ്പൂൺ നിറയെ ഒട്ടും പുളിയില്ലാതെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര. പിന്നെ ഇതിലേക്ക് ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഞാൻ കുറച്ച് മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ബെറിയപ്പ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ഓട്സും ഏതെങ്കിലും ഒരു ഫ്രൂട്ട്സും കുറച്ച് നട്ട്സും തൈരുമാണ്. ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് പഴം, ആപ്പിളും പൈനാപ്പിൾ അങ്ങനെയെല്ലാം കട്ട് ചെയ്ത് ചേർക്കാം. അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ആദ്യം നമുക്ക് തൈരും മാങ്ങയും കൂടി ഒന്ന് നന്നായി അടിച്ചെടുക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് തൈരും മാങ്ങയും പഞ്ചസാരയും ചേർത്ത് അടിച്ചെടുക്കാം. വേറെ ഒട്ടും വെള്ളം ചേർക്കരുത്. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് ഫ്രൂട്ടിൻ്റെ യോഗട്ട് എടുത്താൽ മതി. അപ്പോൾ കുറച്ചും കൂടിയും ഈസി ആയിരിക്കും. ഇനി നമുക്ക് ഓട്സ് ഒന്ന് വറുത്തെടുക്കാം. പാൻ വെച്ച് നന്നായി ചൂടാവുമ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കാം. വേറെ ഓയിലൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഒരു 3 മിനിറ്റിനുള്ളിൽ തന്നെ ഓട്സ് വറുത്ത് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബെറിയപ്പ് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. 2 സൈഡും ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് പോലത്തെ ഏതെങ്കിലും ടിന്നുണ്ടെങ്കിൽ അതിലായാലും ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഗ്ലാസിൻ്റെ അടിയിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ചേർത്ത് കൊടുക്കുക. പകുതി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലേക്ക് മാങ്ങയും തൈരും കൂടി അരച്ച് വെച്ചതിന് പകുതി ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ മാങ്ങയും തൈരും ഓട്സും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചേർത്തിട്ട് ലാസ്റ്റ് നമ്മൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് ഓരോ ലെയറായിട്ട് തന്നെ കിട്ടും. ഇതിലേക്ക് ഒരു 5 മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് വേറെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ നട്ട്സ് കട്ട് ചെയ്ത് വെച്ചതിന് കുറച്ച് ചേർത്ത് കൊടുക്കുക. കോൺഫ്ലെക്സിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് സെയിം മെത്തേഡിൽ ഓട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മാങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നട്ട്സും കോൺഫ്ലെക്സും ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ഏറ്റവും മുകളിൽ ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കേണ്ടത്. ഐസ്ക്രീം ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് 1/4 കപ്പിന് പകരം ഒരു 1/2 കപ്പ് ഐസ്ക്രീം വരെ ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് ഐസ്ക്രീം ചേർക്കുമ്പോൾ ഐസ്ക്രീം ടേസ്റ്റ് കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കും. ഇങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റായ ടേസ്റ്റ് കിട്ടുക. നമ്മൾ ഓരോ ലെയർ ഇടുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് കുത്തി നിറച്ചിടരുത്. കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കമഴ്ത്തിയെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാകും. ഒരു പ്ലേറ്റ് വെച്ചിട്ട് കമഴ്ത്തി കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബെറിയപ്പ് നല്ല പെർഫെക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തോടെ തന്നെ കഴിക്കുക. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഡെസേർട്ടെല്ലാം ഇഷ്ടമുള്ളവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്പെഷ്യൽ റെസിപ്പി തന്നെയാണിത്. കുട്ടികൾക്കെല്ലാം തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഫ്രൂട്ട്സും നട്ട്സും ഓട്സും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയൊരു റെസിപ്പിയാണ്. അതെല്ലാം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ആകുമ്പോൾ അത് കഴിച്ചു പോവുകയും ചെയ്യും. വീഡിയോ ഇഷ്ടമായൊരു ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.